കലാസ്നേഹികളെ, കഥാപ്രസംഗം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കലാരൂപം. ഇതിലൂടെ ഒരു ചരിത്രം വിളിച്ചു പറയുന്നു. ക്രൈസ്തവ കലാരംഗത്ത് അമൂല്യങ്ങളായ സംഭാവനകൾ നൽകി മൺമറഞ്ഞു പോയ കലാകാരന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടു ഈ ഉദ്യമത്തിന് ഞങ്ങളെ പ്രാപ്തരാക്കിയ സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ഞങ്ങൾ ആരംഭിക്കുന്നു. കാഥികനല്ല, കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരു കാഥികനല്ല, കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരു കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് പഴയ സഭയുടെ ഓമനകൾ. ഈ സംഭവം നടക്കുന്നത് ബൈബിളിലെ പ്രശസ്തമായ ഒരു പട്ടണത്തിൽ, മറ്റെവിടെയുമല്ല, യഹൂദ പട്ടണത്തിൽ. പച്ച പുൽമേടുകളും ആടുമാടുകളും ജലാശയങ്ങളും നിറഞ്ഞ ഒരു കൊച്ചു പട്ടണത്തിലെ ഗ്രാമത്തിൽ അവിടെ ഈശ്വരഭക്തരായ യഹൂദന്മാരുണ്ട്. അവിടെയാണ് നമ്മുടെ കഥാനായിക. നമ്മുടെ കഥാനായികയുടെ പേരാണ് മറിയം. നമ്മുടെ കഥാപ്രസംഗത്തിന്റെ പേര് വിശുദ്ധ കന്യക മറിയം. കഥാനായികയുടെ അമ്മയപ്പന്മാരുടെ പേരാണ് യൂയാക്കീം. അവരുടെ ഹൃദയത്തിന്റെ വേദന മറ്റൊന്നുമല്ല. നാളുകളേറെയായി ജീവിച്ചു വൃദ്ധരായി ഇന്നും അവർക്ക് സന്താനങ്ങളില്ല. ദൈവസന്നിധിയിൽ അവർ നീതി പാലിച്ചു. ഹൃദയവേദനയോടുകൂടി യെരൂശലേം ദേവാലയത്തിലേക്ക് പോയി. അവർ നടന്ന് യെരൂശലേം ദേവാലയത്തിന്റെ ഉള്ളിൽ കയറി കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്കൊരു സന്താനത്തെ നൽകണമേ. അതാണായാലും പെണ്ണായാലും ദൈവത്തിന് ദാനമായി നൽകിക്കൊള്ളാം. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. 10 മാസം കഴിഞ്ഞ സുന്ദരിയായ ഒരു പെൺകുട്ടി. അതെ, അവളുടെ പേരാണ് നമ്മുടെ കഥാനായിക മറിയം. ദൈവം നൽകിയ ദാനത്തിനെല്ലാം അവർ ഇങ്ങനെ പാടി: അരുമലുണ്ണിയെ കാണുവാനാ അവൾ ആ പെൺകുട്ടിയെ ശ്രദ്ധാപൂർവം നോക്കി. സുന്ദരിയും കോളയും ഏവരെയും ആകർഷിക്കുന്ന സൗന്ദര്യം. ചുറ്റുപാടും ആളുകൾ ആ പെൺകുട്ടിയെ കാണുവാനായി ഓടിക്കൂടുകയാണ്. അവർ അന്യോന്യം പറഞ്ഞു: ദൈവത്തിന്റെ ദാനമായി പെൺകുട്ടി എത്ര തന്നെയാണ്. സുന്ദരരൂപിയാം പെൺകിടാവേ, അവർ ഈ പെൺകുട്ടിയെ ഇമവെട്ടാതെ നോക്കി നിന്നു. അവരുടെ ഹൃദയത്തിൽ ഒരാനന്ദം. എന്തോ ഭാരങ്ങൾ ഒഴിഞ്ഞുപോയി എന്ന് തോന്നി. നാളുകൾ കഴിഞ്ഞു. ആ പട്ടണത്തിൽ ഏവർക്കും അവർ സുഹൃത്തിനെയായി. ആ ബാലിക ഏവർക്കും കണ്ണിലൊന്നിയായി. എന്നാൽ തെറ്റുകൾ അറിയാത്ത യൂയാക്കീമും ഹന്നയും മനസ്സിൽ സൂക്ഷിച്ച ഒരു കാര്യം, അവൾ ദൈവസന്നിധിയിൽ നിന്ന് നേർച്ച നൽകുന്നതാണ്. അതെ, സമയമായി അവർക്ക് ദേവാലയത്തിലേക്ക് പോകുവാൻ. എല്ലാവരും വിഷാദത്തിലേക്ക്. അവരുടെ ഇടയിൽ ഒരു സംശയം: ദൈവത്തിന് ദാനമായി കൊടുക്കേണ്ടത് ആൺകുട്ടികളെ. ഇവിടെ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കൊടുക്കുന്നു. എന്താണ് ഈ പെൺകുട്ടിയുടെ പ്രത്യേകത? പെൺകുട്ടി അതെ, അപ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ
മുഖഭാവം ഈ പെൺകുട്ടിയുടെ മുഖ തേജസ്സിനോട് എന്തോ ചോദിക്കാറുണ്ട്. അവർ പറയുകയാണ് ഇപ്രകാരം: പാരിന്റെ നാഥനാം ദൈവപുത്രൻ വന്നു പിറക്കുവാൻ വന്നിടുന്നു. ആരോമലുണ്ണിയെ കണ്ടറിവാൻ ദൈവപുത്രനെ വഹിക്കുവാനുള്ള പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ അവരുടെ ദുഃഖങ്ങൾ മാറി. മാതാപിതാക്കൾ അവളെ കൂട്ടിക്കൊണ്ട് ദേവാലയത്തിലെത്തി. പുരോഹിതനോട് ദൈവം ദാനമായി നൽകിയതാണ്, ഇവൾക്ക് ഇവളെ ദൈവത്തിന് ദാനമായി കൊടുക്കുവാനാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ പ്രധാന പുരോഹിതൻ അവരോട് ചോദിച്ചു: മകളെ, നിനക്ക് ദേവാലയത്തിൽ വളരുക ഇഷ്ടമാണ്? അവൾ പറഞ്ഞു, അവൾ ഉടനെ ചോദിച്ചു, ഞാൻ ഈ ദേവാലയത്തിൽ എന്ത് ചെയ്യും? അവർ ആശ്ചര്യപൂർവ്വം അവളെ നോക്കിയിട്ട്, ഞങ്ങൾ നിന്നെ ഈ ദേവാലയത്തിൽ വളർത്തിക്കൊള്ളാം, നിങ്ങൾ സമാധാനത്തോടെ പൊക്കോളൂ. അവിടെ മാതാപിതാക്കൾ വീട്ടിലേക്ക് യാത്രയായി. നമ്മുടെ കഥാനായിക ദേവാലയത്തിൽ വളരുകയാണ്. അവൾ എല്ലാ പ്രാർത്ഥനകളിലും ധ്യാനങ്ങളിലും പുരോഹിതന്മാർക്കൊപ്പം സംബന്ധിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പുരോഹിതർ ശ്രദ്ധിച്ചു, ഇവർ ഭക്ഷണശാലയിലേക്ക് വരാറില്ല. അവൾ എല്ലായ്പ്പോഴും പ്രാർത്ഥനയിലും ധ്യാനത്തിലുമാണ്. അവൾ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്നൊരു തോന്നൽ. പ്രധാന പുരോഹിതനോട് ചേർന്ന് ഈ ബാലയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, മകളെ, നീ എന്താണ് ഭക്ഷണം കഴിക്കുക? അവൾ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: ഞാൻ ഈ ദേവാലയത്തിലെ വസ്ത്രങ്ങളിൽ വിവിധങ്ങളായ തുന്നൽപ്പണികൾ ചെയ്തുകൊണ്ടിരിക്കും. വിവിധങ്ങളായ പക്ഷികളെ ഞാൻ വരയ്ക്കും. എന്നിട്ട് പക്ഷികളോടായി ചോദിക്കും, പക്ഷികളെ, നിങ്ങൾക്ക് ഇത്രമാത്രം സൗന്ദര്യം മതി? പക്ഷികൾ അത് കേട്ട് ജീവൻ വെച്ച് പറന്നു പോകും. പറന്നുപോയി ഭക്ഷണമായി തിരിച്ചു വരും. പുരോഹിതർ നോക്കി, അതാ ഒരു പക്ഷി, താൻ വരച്ചതായ ഒരു പക്ഷി, താൻ ജീവൻ കൊടുത്തായ ഒരു പക്ഷി അതാ പറന്നു വരും. പുരോഹിതർ ആശ്ചര്യപൂർവ്വം കാഴ്ച നോക്കി കാണുകയാണ്. ആശ്ചര്യം, ആശ്ചര്യം, മഹാശ്ചര്യം, പുരോഹിതർ ചില കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി. പ്രായമായ പെൺകുട്ടിയെ നാം എന്ത് ചെയ്യും? ഈ പെൺകുട്ടിയെ ദേവാലയത്തിൽ വളർത്തുക പ്രയാസമാണ്. നമ്മുടെ കഥാനായിക ദേവാലയത്തിൽ നിന്ന് മാറുകയാണ്. അവളെ കരുതുവാൻ, സംരക്ഷിക്കുവാൻ, തെരഞ്ഞെടുക്കുവാനുള്ള സമയമായി. ഏവരും മറിയത്തെ സ്വീകരിക്കുവാനായി അതാ ഒരുങ്ങി വന്നു. അവർ ദേവാലയത്തിലെത്തിയപ്പോൾ പുരോഹിതർ പറഞ്ഞു, നിങ്ങൾ ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് കൊണ്ടുവരണം. ആ വൃക്ഷത്തിന്റെ അടിയിൽ നിങ്ങളുടെ പേരെഴുതണം. ഞങ്ങൾ രാത്രിയിൽ പ്രാർത്ഥിക്കും, പ്രഭാതത്തിൽ നോക്കും. അതാ പുരോഹിതർ ചേർന്ന് അവർ തന്ന കൊമ്പുകളെ ദേവാലയത്തിനുള്ളിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. അവർ പ്രാർത്ഥിച്ചു, ദൈവമേ, അർഹനായ ഒരു മനുഷ്യനെ കാണിച്ചു തരണമേ. പ്രഭാതത്തിൽ അവർ ചെന്നു. അതാ ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് മുളച്ചു നിൽക്കുന്നു. അവർ നോക്കി, ഈ വൃക്ഷക്കൊമ്പ് ആരുടേതാണ്? അത് വൃദ്ധനായ ജോസഫിന്റേതാണ്. വിശുദ്ധി നിറഞ്ഞ പുരുഷനായി ലോകം വിളിച്ചവർ, അവൾ ജോസഫിനൊപ്പം പോകുവാൻ പുരോഹിതൻ അനുവദിച്ചു. എന്നാൽ അവർ ഇറങ്ങിയപ്പോൾ അവിടെയുള്ള പക്ഷികളും മൃഗങ്ങളും വാവിട്ട് കരയുവാൻ തുടങ്ങി. മകളെ, നീ പോവുകയാണോ? അവർ ദൈവം അനുവദിച്ചതനുസരിച്ച് യാത്ര ചെയ്യുവാൻ ആഗ്രഹിച്ചെങ്കിലും അവരാകെ പ്രയാസത്തിലായി. അതാ അവൾ ജീവൻ കൊടുത്തായ ഒരു പ്രാവ് അതാ പറന്നു വരുന്നു. അതിന്റെ വായിൽ മുഴുവനുണ്ട്. അത് പറന്നു വന്ന് മറിയത്തിന്റെ മടിയിലിരുന്നു. മറിയത്തിന്റെ മടിയിലിരുന്ന് ആ പ്രാവിനെന്തോ പറയുവാനുണ്ടെന്ന് തോന്നി. ആ പ്രാവ് പറയുകയാണ് ഇപ്രകാരം: മാനവശാപം പരിഹരിക്കുവാൻ ദൈവത്തിൻ പുത്രൻ പിറക്കുമല്ലോ. ദർശനം പൂർണ്ണമാകാൻ ദൈവത്തിൻ നാമം
ജോസഫിന്റെ വീട്ടിൽ ചെന്നു. അവളുടെ ജീവിതത്തിന്റെ സുഗന്ധം അനേകരെ ആനന്ദിപ്പിക്കാൻ ഇടയാക്കി. അവളുടെ പ്രാർത്ഥനയും ധ്യാനവും അവളെ തുടരുകയാണ്. ഒരു ദിവസം അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ പ്രകാശം അവളുടെ മുന്നിൽ. അത് മറ്റാരുമല്ല, ദൈവസന്നിധിയിലെ പ്രധാന ദൂതൻ ഗബ്രിയേൽ. അവിടെ അകത്ത് വന്ന് അവളെ വന്ദിച്ച് ഇപ്രകാരം പറയുകയാണ്: കന്യാമറിയമേ ജയവന്ദനം, ഈശ്വരകടാക്ഷം നിറഞ്ഞിടട്ടെ, ദൂതനോട് ഒരു കാര്യം ചോദിച്ചു, നീ എന്തിനാണ് എന്നെ വന്ദിച്ചത്? ദൂതൻ അവളോട് ഒരു സംഭവം പറഞ്ഞു. സൃഷ്ടിയുടെ തുടക്കത്തിൽ ദൈവം മനുഷ്യരെ നിർമ്മിച്ചപ്പോൾ ദൂതന്മാരോടായി പറഞ്ഞു, നിന്റെ ഏതാം ശിലയെ മണ്ണെടുത്തു കൊണ്ടുവരാൻ. ദൂതന്മാർ പോയി ഏതാം ശിലയെ മണ്ണെടുത്തു കൊണ്ടുവന്നു. അതിനുശേഷം ദൈവം ഒരു സൃഷ്ടി ഉണ്ടാക്കി, തന്റെ ജീവശ്വാസം അതിലൂതി. എന്നിട്ട് ദൂതന്മാരോട് പറഞ്ഞു, നിങ്ങൾ വന്ന് ഈ സൃഷ്ടിയെ വന്നത് കാണുവാൻ. അവർ വന്നപ്പോൾ ദൈവത്തിന്റെ തേജസ് ആ സൃഷ്ടിയിൽ കാണുകയാണ്. അവർ ആശ്ചര്യത്തോടെ നോക്കി, എന്താണ് ഈ മഹാതേജസ് എന്ന്. അവർ ഇപ്രകാരം പറയുകയാണ്: മനുഷ്യരെ പക്ഷേ മാലാഖ വീണ്ടും മറിയത്തോട്, ആ സൃഷ്ടി പാപം ചെയ്തു, വീണ്ടും മണ്ണിലേക്ക് വീണു. അതിന്റെ വീഴ്ചയിൽ മനം നൊന്ത് സൃഷ്ടാവ് തേങ്ങി തേങ്ങി കരഞ്ഞു. വീണ്ടും ഒരു മനുഷ്യനെ നോക്കി അവർ യാത്ര ചെയ്യുന്നത് നോക്കി നിൽക്കുകയാണ്. തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ട് കണ്ണീർ വാർത്തുകൊണ്ട് ഹൃദയത്തിൻ വേദന കവിഞ്ഞൊഴുകി മണ്ണിലേക്കു വന്നടഞ്ഞു. മാലാഖ വീണ്ടും പറയുകയാണ് ദൈവദൂതന്മാരോടായി, ഈ വീട് പോയ ആ സൃഷ്ടിയെ രക്ഷിക്കുവാൻ ഞാൻ വീണ്ടും തനിയെ ജനിക്കും. എനിക്ക് ജനിക്കുവാൻ കഴിയുന്ന ഒരു സൃഷ്ടിയെ ഞാൻ കാത്തിരിക്കും. ഇന്ന് നിന്റെ അടുക്കൽ വരുവാൻ എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഏതൊരു പണ്ട് ഞാൻ കണ്ടതായ ആദ്യ മനുഷ്യന്റെ തേജസ് ഞാൻ നിന്നെ കണ്ടപ്പോൾ നിന്നെ ഞാൻ വന്നിച്ചു പോയി. അപ്പോൾ പലരും പറയുകയാണ്, കർത്താവിൻ ദാസിയാം ദൈവദൂതനേ, ദൈവത്തിൻ ദൂതനോട് അരുളി ചെയ്തു, അവിടുത്തെ വാക്കാൽ ഞാൻ ധന്യയായി, സർവ്വജഗത്തും വിശുദ്ധമായി. ഇന്ന് ഈ കഥ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങളും ധന്യരാണ്. ദൈവം ഞങ്ങൾക്ക് നൽകിയ കഴിവുകളെ ഇത്രയും നേരം ശ്രമിക്കുവാൻ അവസരം നൽകി. ശുദ്ധിമതിയായ മാതാവിന്റെ